ARM അജയൻ്റെ രണ്ടാം മോഷണം. ഇന്നലെയാണ് സിനിമ കണ്ടത്. അജയൻ, മണിയൻ, കുഞ്ഞിക്കേളു എന്നീ 3 കഥാപാത്രങ്ങളായിട്ടാണ് ടൊവിനോ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത്. 3ഉം കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. 3 കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമായ മാനറിസങ്ങൾ പിടിച്ച് ടൊവിനോ ആ കഥാപാത്രങ്ങളൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട്. എന്നാൽ മണിയൻ തന്നെയാണ് ഈ ഒരു സിനിമയിൽ സ്കോർ ചെയ്യുന്നത്. കുഞ്ഞിക്കേളു എന്ന ക്യാരക്ടറിനെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കുഞ്ഞിക്കേളു ഒരു യോദ്ധാവായതുകൊണ്ട് തന്നെ ഒരു കിടിലൻ ഫൈറ്റ് സീനും തന്നെ ആദ്യം കാണിക്കുന്നുണ്ട്. ടൊവിനോ നന്നായിട്ട് തന്നെ ആ ഒരു ഫൈറ്റ് സീനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഫൈറ്റ് സീനിലൊക്കെ ഉള്ള 3D എഫക്റ്റ് ഒക്കെ നന്നായിരുന്നു. പിന്നെ ഈ ഒരു ക്യാരക്ടർ കഴിഞ്ഞാൽ പിന്നെ മണിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് അജയനും മണിയനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നൊക്കെയാണ് ഈ ഒരു സിനിമ പറയുന്നത്. ഒരു മുത്തശ്ശി കഥ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഫാൻറ്റസി ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്ക്രീനിൽ നന്നായിട്ട് തന്നെ ജിതിൻ ലാൽ എന്ന ഡയറക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സിനിമയിൽ നായികമാരെ എത്തിയ കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരെല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. ടൊവിനോ തോമസിൻ്റെയും കൃതി ഷെട്ടിയുടെയും പ്രണയരംഗങ്ങളൊക്കെ സ്ക്രീനിൽ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ മണിയനും അജയൻ എന്ന ക്യാരക്ടറുമാണ് സിനിമയിൽ കൂടുതലായിട്ടുള്ളത്. 3D എഫക്റ്റൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് മണിയൻ്റെ ഫൈറ്റ് സീനിലൊക്കെയാണ്. എന്തായാലും അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ പ്രണയവും ആക്ഷനും മിസ്റ്ററിയും എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ്. ഓണത്തിന് കുടുംബമായിട്ടൊക്കെ കാണാവുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം. സിനിമയുടെ ടൈറ്റിലിനോട് 100% നീതി പുലർത്തുന്ന തരത്തിൽ തന്നെയാണ് സിനിമയുടെ കഥ പോകുന്നത്. അനാവശ്യമായുള്ള ക്രിഞ്ച് സീൻസ് ഒന്നുമില്ല. ലാലേട്ടൻ്റെ വോയിസ് ഓവർ നന്നായിട്ടുണ്ട്. തുടക്കത്തിലും അവസാനത്തിലും കോസ്മിക് ക്രിയേറ്ററായിട്ട് ലാലേട്ടൻ്റെ വോയിസാണ് വരുന്നത്. ജിതിൻ ലാൽ എന്ന ഡയറക്ടർ ലാലേട്ടൻ്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ പല സീനുകളിലും ലാലേട്ടൻ്റെ സിനിമകളുടെ റെഫറൻസ് കാണാം. സിനിമയിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായുള്ള സ്പേസ് സംവിധായകൻ കൊടുത്തിട്ടുണ്ട്. ജിതിൻ ലാൽ എന്ന ഡയറക്ടർ ഇതുപോലെ ഗംഭീര സിനിമകളായിട്ട് ഇനിയും വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സിനിമയെ പറ്റി പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂടും. എന്തായാലും ഓണത്തിന് നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് ARM. അടുത്തൊരു സിനിമയുടെ റിവ്യൂമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.